പ്രിയപ്പെട്ടവരെ, അപാരമായ ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം. ഒരു നിലക്കും ക്ഷമ കിട്ടുന്നില്ല. എന്ത് പറഞ്ഞു ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ദേഷ്യപ്പെടും. അയാളെ സ്വഭാവം അങ്ങനെയാണ് ഉസ്താദേ എന്ന് പറയുന്നവരില്ലേ, നിങ്ങളുടെ ദേഷ്യം മാറണം. നല്ല അടിപൊളി മരുന്നുണ്ട്, ഖുർആനിക മരുന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നല്ല അടിപൊളി മരുന്നാണ്. ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്, സതേ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിനാണ് ദേഷ്യപ്പെടും, ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ എന്നെ അടക്കമുള്ള ആളുകളെ കുറിച്ച് പറയാം. അയാൾക്കൊരു ക്ഷമയില്ല. ചില മുതലാളിയെ കുറിച്ച് പിന്നെ തൊഴിലാളികൾ പറയും, കടയിലുള്ള ആളുകൾ പറയും, മുതലാളി ഒന്ന് പറഞ്ഞാൽ അയാൾ രണ്ടാമത്തിന് ചൂടാവും, അയാളെ കൂടെ കുടുങ്ങി, അയാളത്തെ ജോലിക്ക് നിൽക്കാൻ ശരിയാവില്ല. ഇങ്ങനെ എല്ലാവരെ കുറിച്ചും പറയും. എന്നെയും നിങ്ങളെ കുറിച്ച് ആൾക്കാർ പറയുന്നു, ദേഷ്യക്കാരനാണെങ്കിൽ ആ ദേഷ്യം മാറ്റി കിട്ടാൻ ഒരു വഴി നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, വഴിയുണ്ട്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച വഴിയാണ്. എന്താണെന്നറിയോ? നിങ്ങൾ അസ്ർ നിസ്കരിക്കാറില്ലേ? അവരോടാണല്ലോ പറയുന്നത്. അസ്ർ നിസ്കാരത്തിന് ശേഷം ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ഒരു സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക. വളരെ പ്രസിദ്ധമായ, ഒരുപാട് നേട്ടങ്ങളുള്ള, അപാരമായ പ്രതിഫലമുള്ള ഒരു സൂറത്താണ്. മുത്തുനബിക്ക് ഏറെ ആശ്വാസം നൽകിയ സൂറത്താണ് ഈ സൂറത്ത്. നിങ്ങൾ എല്ലാ ദിവസവും അസറിന് ശേഷം ഒരു 3 തവണയോ 7 തവണയോ അതിലധികം എത്രയാണ് ഓതാൻ കഴിയുന്നത് അത്ര തവണ ഓതിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് 2 കൈകളും ഉയർത്തിയിട്ട്, റബ്ബേ എൻ്റെ ഹൃദയം വിശാലമാക്കി തരണം, ക്ഷമ തരണം, ദേഷ്യം മാറിക്കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പരിഹാരം ഉണ്ടാകും. അള്ളാഹു ദുആ സ്വീകരിക്കുന്നതോടുകൂടി ദേഷ്യം മാറാൻ കാരണമാകും. അള്ളാഹു നമ്മുടെ ദേഷ്യമൊക്കെ മാറ്റി വലിയ റാഹത്തും സന്തോഷമൊക്കെ അള്ളാഹു നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.